ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കോൺഗ്രസ് ഉന്നയിച്ച പയ്യന്നൂരിലെ വ്യാജ ആധാർ കാർഡ് പരാതിയിൽ ഇടപെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജില്ലാ കളക്ടറോട് അടിയന്തര റിപ്പോർട്ട് നൽകാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശിച്ചു. KPCC നൽകിയ പരാതിയിലാണ് നടപടി. ഇന്നു രാത്രിയോടെ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, എപ്പോഴാണ് ഔദ്യോഗികമായി കോൺഗ്രസ് പരാതി നൽകിയത്? എന്താണ് നടപടി നിർദ്ദേശം? മധു, ഇന്ന് ഉച്ചയോടെയാണ് ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിൽ KPCC നേതൃത്വം തന്നെ പയ്യന്നൂരിലെ വ്യാജ ആധാർ കാർഡ് നിർമ്മാണത്തിലും ഒപ്പം ഇരട്ട വോട്ട് ചേർത്ത സംഭവത്തിലും പരാതി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകിയത്. രത്തൻ കേൽക്കർക്ക് നേരിട്ടാണ് പരാതി നൽകിയത്. ആ പരാതിയിലാണ് ഇപ്പോൾ ജില്ലാ കളക്ടറോട് അടിയന്തര റിപ്പോർട്ട് നൽകാൻ വേണ്ടി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ രത്തൻ കേൽക്കർ ആവശ്യപ്പെട്ടത്. ഇന്ന് രാത്രിയോടെ തന്നെ റിപ്പോർട്ട് കൈമാറാനാണ് നിർദ്ദേശം. ആ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമാകും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തുടർ നടപടികൾ തീരുമാനിക്കുക. ഇന്നലെ തന്നെ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പയ്യന്നൂരിൽ വ്യാപകമായി വ്യാജ ആധാർ കാർഡ് നിർമ്മിക്കുന്നെന്ന ആരോപണം ഉന്നയിച്ചതാണ്. അതിന് പിന്നാലെയാണ് പയ്യന്നൂരിലും കല്യാശ്ശേരിയിലും ഇരട്ട വോട്ടുകൾ CPM വ്യാപകമായി ചേർത്തു, തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം കൂടി കോൺഗ്രസ് നേതൃത്വം ഉയർത്തിയത്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ കൂടി കൈമാറിയിട്ടുണ്ടോ? മാധു, വോട്ടർ പട്ടികയിലെ ചില പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ കൂടി KPCC നേതൃത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ഇതിൽ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടാണ് ഏറ്റവും പ്രധാനമാവുക. നിലവിൽ ആരോപണങ്ങളാണ് പ്രധാനമായും കോൺഗ്രസ് നേതൃത്വം ഉയർത്തിയത്. ഈ കാര്യങ്ങൾ വളരെ വിശദമായി പരിശോധിക്കേണ്ടി വരും. പരിശോധിച്ചതിന് ശേഷമാകും തുടർ നടപടികളിലേക്ക് പോവുക. പക്ഷേ കോൺഗ്രസ് നേതൃത്വം വളരെ ഗൗരവമായി തന്നെയാണ് വിഷയത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്നെ ഈ ആരോപണം ഉന്നയിച്ചത്. മാത്രവുമല്ല, സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി തന്നെ നേരിട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ കാണുകയും ചെയ്തത്. കണ്ണൂരിൽ കല്യാശ്ശേരിയിലും പയ്യന്നൂരിലും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ CPM നേതൃത്വം ശ്രമിക്കുന്നുവെന്ന ആരോപണമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. ഇന്ന് ഉച്ചയോടെ രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടും വാർത്താ സമ്മേളനം നടത്തി ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. വളരെ ഗൗരവത്തോടെ സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ ആരോപണമായി കോൺഗ്രസ് നേതൃത്വം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഇന്ന് ഉച്ചയോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരിട്ട് ഔദ്യോഗികമായി പരാതി നൽകുന്നു. അതിൽ ഇപ്പോൾ നടപടി സ്വീകരിക്കാൻ, അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്.